തമ്പനിയിൽ കണ്ട മാതിരി തന്നെ ഇന്നും ഞാൻ നന്നാവാൻ പോവാണ്. ഒരു കാര്യം എന്താ വെച്ചാൽ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഒരു 1.5 മാസമായിട്ട് ഞാൻ ഈ നോട്ടിൽ തന്നെയാണ് ഫുൾ ബുക്ക് എല്ലാതും ഇംഗ്ലീഷ് മുതൽ എല്ലാം 6 വിഷയം ഈ നോട്ടിൽ തന്നെയാണ് ഫുൾ എഴുതൽ. ബാക്കിൽ മുന്നിൽ കെമിസ്ട്രി, ബാക്കിൽ ബാക്കിലെ 5 സബ്ജക്റ്റാണ് എഴുതൽ. ഇനി അങ്ങോട്ട് നോട്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അതാണ് ഇന്നത്തെ വീഡിയോ തന്നെ. ഫുൾ നോട്ട് ചെയ്തതാണ് ഇന്ന്. കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിൽ നെറ്റും ഇല്ല, അതിനോട് തന്നെ പഠിക്കാനില്ലല്ലോ, ക്ലാസ് ആയിട്ട് പഠിക്കാനില്ല. അതുകൊണ്ടൊന്ന് ഫുൾ നോട്ട് കംപ്ലീറ്റ്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ നോട്ട് വാങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചത് ആദ്യം തന്നെ സംഭവം കാണാൻ കഴിയും. ഇത് കെമിസ്ട്രീൻ്റെ നോട്ടാണ് ശരിക്കും. മുന്നത്തേലൊക്കെ കെമിസ്ട്രി തന്നെയാണ് എഴുതിയത്, കാണാൻ കഴിയും. പിന്നെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ കമ്പ്യൂട്ടർ സയൻസ് ഞാൻ കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ അറിയാതെ എഴുതി പോയതാണ്. ബാക്കിലാണ് ശരിക്കും എഴുതേണ്ടത്. മുന്നിൽ മൊത്തം കെമിസ്ട്രി തന്നെ, കുറച്ച് കമ്പ്യൂട്ടർ സയൻസ് എഴുതിയിട്ടുണ്ട്. ബാക്കിൽ കാണുകയാണെങ്കിൽ ഒന്നും പറയണ്ട, അത് ആദ്യം തന്നെ ഇംഗ്ലീഷ് കുറച്ച് ആടുജീവിതത്തിനെ പറ്റി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നേരെ നോക്കുകയാണെങ്കിൽ ഹിന്ദി. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതാ അവിടെ കെമിസ്ട്രീൻ്റെ ലാബിൻ്റെത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതേതാ വിഷയം കെമിസ്ട്രി തന്നെയാണെന്ന് തോന്നുന്നത്. ഇത് കമ്പ്യൂട്ടർ സയൻസ്, HTTP കമ്പ്യൂട്ടർ സയൻസ്. പിന്നെ നോക്കുകയാണെങ്കിൽ കെമിസ്ട്രീൻ്റെ ലാബ് ഹിന്ദി. അങ്ങനെ പല വിഷയങ്ങളുണ്ട്. എന്തോ ആണ്, അങ്ങനെ എല്ലാതുണ്ട്. മാത്സ് ഫിസിക്സ് ആണെങ്കിൽ ഇപ്പോൾ എല്ലാം ആയിരുന്നു തോന്നുന്നു. ഏകദേശം എല്ലാം ഉണ്ട്. ഫിസിക്സ്, ഹിന്ദി എല്ലാം ഈ ബുക്കിൽ തന്നെയാണ്. അപ്പോൾ അതിലാണ് എല്ലാതും ഉള്ളത്. ഇപ്പോൾ ഏകദേശം 9:35 ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഇന്ന് ഞാൻ ലീവ് എടുത്തിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് എത്രാം തീയതിയാണ്? ഇന്ന് ഏകദേശം 14-ാം തീയതിയാണ്. നാളെ ലീവാണ്. അന്ന് 14-ാം തീയതിയാണ്. നാളെ ലീവാണ്. 15-ാം തീയതി സ്വാതന്ത്ര്യദിനമായിട്ട്. എന്തായാലും നാളെ ഈ വീഡിയോ വരിക 15-ാം തീയതി. പക്ഷേ ഇന്ന് മുതൽ നോട്ട് കംപ്ലീറ്റ് ആക്കാൻ പോകണതാണ്. ഗൈസ്, ഇന്ന് നമ്മൾ വേറൊരു ഫോണിലാണ് വീഡിയോ എടുക്കുന്നുണ്ട്. അതിനോണ്ട് തന്നെ അതിൻ്റേതായ ക്ലിയർ പരിമിതികൾ ഉണ്ടാവും. എൻ്റെ ഫോണിപ്പോൾ അമ്മയ്ക്ക് കൊടുത്ത് അമ്മേൻ്റെ ഫോൺ കേടുന്നിട്ട്. അപ്പോൾ നമ്മൾ നോട്ട് ഫുള്ളാക്കണമെന്ന് പറഞ്ഞാൽ എല്ലാ നോട്ടൊന്നും ഫുള്ളാക്കില്ല. ആകെ 3 തന്നെ ഫുള്ളാക്കണുള്ളൂ. C മാർക്ക് വേണ്ടതിന്. ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ നോട്ടാണ് ഫുള്ളാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മാത്സ്, പിന്നെ അടുത്തത് CS കമ്പ്യൂട്ടർ സയൻസ്, അടുത്തതാണെങ്കിൽ തന്നെ ഫിസിക്സ് ആണ്. കെമിസ്ട്രീൻ്റെ എന്താ ഫുള്ളാക്കാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ കെമിസ്ട്രിക്ക് നോട്ടൊന്നും അധികം തരില്ല ടീച്ചർ. ഇവിടെ കാണാൻ കഴിയും. ടീച്ചർ അധികം നോട്ടൊന്നും തരില്ല. ടീച്ചർ ഒരു ബുക്ക് വാങ്ങാൻ പറഞ്ഞിരുന്നത്, അത് നമ്മൾ വാങ്ങിയത്. അതിനോട് തന്നെ C മാർക്ക് കിട്ടുന്നതിൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഞാനാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നോട്ടാണ് വാങ്ങിക്കൊണ്ടുവന്നത്. അതാണ് അഭിരാമൻ എന്നാണ് പേര് പുള്ളിയുടെ. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് നോക്കി ഇത്ര ഇതുണ്ട്, എത്രത്തോളം ഇതുണ്ട്. ഞാനാണെങ്കിൽ ഇത് കാണിച്ചു തരാം. ഇത്ര എഴുതിയിട്ടുള്ളൂ, വെറും ഇത്രേ. കാരണം 1.5 മാസത്തോളം മറ്റേ ബുക്കിലായിരുന്നു ഫുൾ എഴുതി. പിന്നെ കുറേ ഒക്കെ എഴുതാതെയും പോയി, കുറച്ചൊക്കെ ലീവ് ആയിപ്പോയി. അങ്ങനെ ഫുള്ള് സീനായിരുന്നു. കമ്പ്യൂട്ടർ സയൻസിന് അത്ര കുറച്ചുള്ളൂ. പക്ഷേ മാത്സൊക്കെ നാലിലുണ്ട്. ഇപ്പം കാണുകയാണെങ്കിൽ ഫിസിക്സ് ഇൻകംപ്ലീറ്റ് എന്നൊക്കെ സാർ ഇട്ടണേ. അതെന്താ പറഞ്ഞൂടാ, എത്രത്തോളം ഇതാണ് ഫിസിക്സ്. കുറേ ഉണ്ട്, അത്യാവശ്യം കുറേ തന്നെ ഉണ്ട്. ഇന്നെ നോട്ട് എഴുതി ഞാൻ ഈ പേനേൻ്റെ മഷി തീർക്കും. ഈ മഷി തീരാൻ മാത്രം മഷിയൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ലാതെ ഞാൻ തീർത്തിരിക്കും. ഇന്ന് വേറെ ഫോണിനാണ്ട് തന്നെ ക്ലിയർ ഉണ്ടാവും എന്ന് അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് നോക്കണം. അപ്പോൾ നേരെ സ്റ്റാർട്ട് ചെയ്താലോ. മാത്സ് ഉണ്ട്, മാത്സ് ഞാൻ കാണിച്ചു തരാം. മാത്സ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഉണ്ട്. എത്രത്തോളം ഉണ്ട്. അപ്പം നമ്മൾ ഫുൾ എഴുതാൻ പോകണതാണ്, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഫുൾ എഴുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ബാക്കിയുള്ള കഴിയാത്ത പഠിക്കാൻ കഴിയാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റില്ലാതെ പിന്നെ എവിടെ നോക്കി പഠിക്കാനാണ്. പിന്നെ ബുക്കുകളൊക്കെ പഠിക്കേണ്ടി വരും. അതൊക്കെ ഒരു ഇത് കിട്ടില്ല. ക്ലാസ് കണ്ടിട്ട് പഠിച്ചിട്ട് പിന്നെയും പഠിക്കുന്നതാണ് ഒരു രസം. അതിനോട് തന്നെ ഇന്ന് ഫുൾ നോട്ടാണ്. ഇന്ന് ഫുൾ നോട്ട് തീർക്കണം. അതാണ് ഇന്ന് ടാർഗറ്റ്. അപ്പോൾ നേരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 12 ആയിട്ടുണ്ട്. ഒപ്പത്തിന് ഫിസിക്സ് തീരുന്നതിന് മുന്നേ തന്നെ ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ പേനൻ്റെ മഷീൻ തീർന്നു. ഞാൻ ഒരിക്കലും ചോദിച്ചില്ല ഫിസിക്സ് ചെയ്യുമ്പോഴത്തേന് തീരുന്നു ചോദിച്ചില്ല. ഫിസിക്സ് കുറച്ചുകൂടി ജസ്റ്റ് എഴുതൽ തുടങ്ങിയാണ്. സത്യം പറയില്ല, നല്ല സിമ്പിളാണ് ചോദിച്ചിരുന്നത് എഴുതാൻ. പക്ഷേ മടുത്ത് പോയി ഗൈസ്. 12 ആയപ്പോഴത്തേന് ഏകദേശം 9:45 തുടങ്ങി എഴുത്താണ്. കുറേ അതിൻ്റെ ഇടയിൽ കുറേ ബ്രേക്കൊക്കെ എടുത്തില്ല. അത് കയ്യിൽ എഴുതിയിൽ കയ്യൊക്കെ കടഞ്ഞിട്ട് ചെയ്യാം. ഇപ്പോൾ വേറെ പേന എടുത്തിട്ടുണ്ട്. ഇത് എത്രയാവും എന്ന് അറിഞ്ഞൂടാ. ഇനി കെമിസ്ട്രി മാത്സും ഉണ്ട്. അതാണ് ഇഷ്ടം പോലെ ഉള്ളത്. ഇനി അറിഞ്ഞൂടെ എന്താവുമെന്ന്. ഞാൻ അങ്ങനെ ഹൈപ്പർ ലാബ്സിൽ കുറച്ചൊക്കെ വെച്ചിരുന്നു. അത്യാവശ്യം നല്ല പോലെ വെക്കാൻ കഴിയില്ല, എന്താ അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്താത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷും ഹിന്ദിയും കെമിസ്ട്രി ഞാൻ നോട്ട് ഫുള്ളാക്കില്ല. കാരണം കെമിസ്ട്രിക്ക് മറ്റേ പറഞ്ഞു ഞാൻ ഫസ്റ്റിനെ. ഇംഗ്ലീഷും ഹിന്ദിയും ഫുള്ളാക്കിയിട്ട് അതിന് C മാർക്കൊന്നും എനിക്ക് ആവശ്യമില്ല.
ആവശ്യമില്ല എന്നല്ല, വലിയ കാര്യമൊന്നുമില്ല, അതിനോട് തന്നെ അത് ഇതില്ല. ഇത് മൂന്നും എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആക്കണേക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഇന്ത്യ കംപ്ലീറ്റ് ആക്കിയത് ഇത്ര കട്ടിയുള്ളൂ, പക്ഷേ വെൻ്റെ വയ്ക്കുക ഇത്ര കട്ടിയാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ ഞാൻ അതിൻ്റെ ഇടയിൽ കുറേ വിട്ടിട്ടുണ്ട്. അതുമില്ല പിന്നെ വെൻ്റെ കുറച്ച് വലിയ ഇത്തായിട്ട് കുഴപ്പമില്ല, അങ്ങനെയൊക്കെ അങ്ങനെ വിട്ടു. ഇനിയിപ്പോൾ കുറച്ചേരം ബ്രേക്ക് എടുക്കണം, ഒരു 12:45. അത് കഴിഞ്ഞിട്ട് കെമിസ്ട്രി ഓഫ് മാത്സോ തീരുമാനിച്ചില്ല, എന്തായാലും അത് തുടങ്ങണം. അപ്പോൾ ബ്രേക്കാണ് ഒരു 12:45 വരെ. പിന്നെ ചോറ് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തണം, എങ്ങനെയെങ്കിലും ഒരു വൈകുന്നേരത്തിന് മുന്നേ തീർക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നെറ്റൊക്കെ കിട്ടും, നമുക്ക് വന്ന് നെറ്റ് കിട്ടും, അപ്പോൾ പിന്നെ പഠിക്കാം. പിന്നെ പഠിക്കാൻ കഴിയുമോ അറിഞ്ഞൂടാ, എന്തെങ്കിലും ആവും. വൈകുന്നേരത്തിനുള്ള തീർക്കണം എനിക്ക് തോന്നുന്നില്ല. ഈ ഫിസിക്സ് ചെയ്താൽ തന്നെ ഇപ്പോൾ ഏകദേശം 9:45, 10:45, 11:45, 12:30, ഏകദേശം 3 മണിക്കൂറിൻ്റെ അടുത്തായിരുന്നു. കെമിസ്ട്രിയും മാത്സൊക്കെ കൂടി എന്തായാലും 3 മണിക്കൂറിൻ്റെ മേലേക്ക് ഉണ്ടാവും. അപ്പം എന്തായാലും ബ്രേക്കാണ്. ഗൈസ് 12:45 ഇട്ടുണ്ട്. ഇനി പഠിക്കാൻ പോകണേണ്, അല്ല എഴുതാൻ പോകണേണ്, പഠിക്കാൻ പോകണേണ്. മാത്സ് നോക്കുകയാണെങ്കിൽ ഇത് അത്രയും ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇത്രയും ഉണ്ട്. പക്ഷേ ഇന്ത്യയിലാണെങ്കിൽ ഇത്രയേ ഉള്ളൂ, പക്ഷേ അതിൽ തന്നെ ഞാൻ എല്ലാം എഴുതിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയിപ്പോൾ ഏകദേശം കുറച്ച് എഴുതാനുള്ളൂ, ഇത് അത്രയും കൂടി എഴുതാനുള്ളൂ. അതൊക്കെ എന്തായാലും ചോറ് കഴിഞ്ഞിട്ട് തീരുള്ളൂ, എന്നാലും എന്തായാലും തീരുന്നു വിചാരിക്കും. പക്ഷേ വെറുതെ ഇങ്ങനെ എഴുതിയിട്ട് മടുത്തിട്ട് ചെയ്യുക. ഒരു പാട്ടൊക്കെ വെച്ച് ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ വെച്ച് ഇതാണ് കുഴപ്പമില്ല. ഹെഡ്സെറ്റ് ആണെങ്കിൽ ഈ ഗതിയാണ് കാണാൻ കഴിയും ഗൈസ്. ഇതാണ് ഹെഡ്സെറ്റിൻ്റെ അവസ്ഥ. മറ്റേതൊക്കെ തൂങ്ങിന് ഉണ്ടോ, അങ്ങനെയാണ് അവസ്ഥ. ഇതിലൊക്കെ വെച്ചിട്ട് പാട്ട് കേൾക്കുന്നത്. ഇത് ഫ്ലസ്കൊക്കെ വെച്ചൊട്ടിക്കണം, പുതിയത് വാങ്ങണം, പൈസ ഇട്ടട്ടെ, കിട്ടണമെന്നില്ല. എന്നാലും വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ താഴത്ത് റേഡിയോ ഉണ്ട്, പക്ഷേ കുഞ്ഞാറ്റപ്പോൾ ഉറങ്ങുകയാണ്. റേഡിയോയിൽ ഇവിടെ പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞാറ്റ എണീക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ചോറ് കഴിഞ്ഞിട്ട് എന്തായാലും ആ റേഡിയോ എടുത്തുകൊണ്ട് കൊണ്ടുവരണം. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് പാട്ടിട്ടുണ്ട്. ഇത് തന്നെ ഇടമ്പോൾ നോക്കണ്ട, ഈദിൻ്റെ തീർക്കൊക്കെ കൂടി ഇന്നൊക്കെ എഴുതി തീർക്കണേ. പിന്നെ അത്രയും ദിവസം നോട്ടുണ്ടോ ഞാൻ നന്നായിട്ടൊന്നും ഞാൻ കാണാൻ ചെയ്യുന്നു ബാഗിൽ. എന്നാലും അല്ലെ അവിടുത്തെ അവസ്ഥ കാണാൻ കഴിയും. നേരത്തെ തുടങ്ങട്ടെ, ഹൈപ്പർ ലാബ്സ് ബാക്കിലൊക്കെ. ഏകദേശം 1:15 ഇപ്പോൾ ബ്രേക്ക് എടുക്കാൻ പോകണതാണ്. പിന്നെ മാത്സ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനും കുറച്ചൊന്നും എഴുതിയില്ല. അവിടെ കാണാൻ ഈ പേജ് ഇങ്ങനെ വിട്ടെടുക്കണുണ്ടോ, ഇവിടെ പിന്നെ ഇൻവെസ്റ്റ് ഇക്കണോമിറ്റിന് ഇവിടെ ഉണ്ട്. അങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനെ പേജ് ഇങ്ങനെ വിട്ടിട്ടുണ്ട്, പക്ഷേ കുഴപ്പമില്ല, എന്നാലും എനിക്ക് എഴുതണം. അവിടേക്ക് ഞാനും വിടണമെന്നില്ല, ആ പേജ് ഞാൻ എഴുതില്ല. അങ്ങനെയൊക്കെ ഉണ്ട് വിടണം. അല്ലാതെ അപ്പോൾ ഫുള്ള് എഴുതിയപ്പോൾ എന്ന് തീരെ കഴിയും, എന്നാലും അത് കഴിയില്ല. എന്തായാലും ബ്രേക്കാണ്. ഈ ബ്രേക്ക് എത്ര നേരം ഉണ്ടാവും എനിക്ക് അറിയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ചോറ് തിന്നണം, പിന്നെ കുറച്ച് നേരം റെസ്റ്റ്, അങ്ങനെയൊക്കെ ബ്രേക്ക് വേണം. അപ്പം ബ്രേക്കാണ്. 2:30 ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇനി 8 സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ. അപ്പോൾ അതിന് മുന്നേ അപ്പോൾ മഴയൊക്കെ ചെറുതായിട്ട് പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാണാൻ കഴിയുമെന്ന് അറിഞ്ഞൂടാ, കഴിയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നമുക്ക് റേഡിയോ എടുത്തിട്ട് വരാം. അത് റേഡിയോ റോളക്സിൻ്റെ റേഡിയോ ഒന്നുമല്ല, നമ്മൾ സാധാ റേഡിയോ ആണ്. പാട്ടിടാൻ പോകണേണ്. പാട്ട് ഓണാക്കി വെക്കാം നമുക്ക്. നിർമ്മിച്ച് പാരഞ്ജിത്ത് സംവിധാനം ചെയ്ത വിക്രം ചിത്രം ശ്രീഗോകുലം മൂവീസിന്റെ തങ്കലാൻ നാളെ മുതൽ തിയേറ്ററുകളിൽ. മഴ നനഞ്ഞു ഫോൺ പോയി. നീ സാംസങ് ഗാലക്സി A34. ഇതിലിപ്പോൾ പാട്ടില്ല, പാട്ട് ഇനി പെയിലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമുക്കിത് വെച്ച് ചെയ്താലും മാത്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. എന്തായാലും തുടങ്ങി. അങ്ങനെ ഗൈസ് ഒഫീഷ്യലി 3:30 ആയപ്പോഴത്തിന് മാത്സും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് ഏറ്റവും കൂടുതലുള്ളത് കമ്പ്യൂട്ടർ സയൻസ്. അത് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് എഴുതി തീർക്കണം എന്നുണ്ട്. മാത്സിൽ ഞാൻ കുറേ സ്ഥലത്ത് കിട്ടുന്നത്, എൻ്റെ പത്രമേ ഉള്ളൂ. എൻ്റെ നോക്കുകയാണത് എത്രയുണ്ട്, നല്ല കട്ടിയുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. എന്തായാലും ഞാൻ കുറച്ച് നേരം ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് ബ്രേക്കാണ്. അത് കഴിഞ്ഞിട്ട് അടുപ്പിച്ച് ചെയ്തതാണ് കമ്പ്യൂട്ടർ സയൻസ്. ഇതൊക്കെ കൊണ്ടുവച്ച് റേഡിയോ അത് കുറേ പാട്ട് ഇട്ട് എന്തൊക്കെയോ ഹിന്ദി പാട്ട്, ഒരു സുഖമൊന്നുമില്ല വലിയ. അപ്പോൾ നമ്മൾ നിർത്താനാണ് ഇപ്പോൾ ബ്രേക്കാണ്. 3:45 ഇനി കമ്പ്യൂട്ടർ സയൻസ് നോട്ട് ഫുൾ ചെയ്താൽ പോകണേ. എനിക്ക് ഏകദേശം ഇത്രയും കൂടി ഇതാണ്ട് ഇത് ഇത്രയും ഞാൻ ഇതിന്, പക്ഷേ ഇത്ര ഒന്നും ഇന്ത്യ ഇല്ല, പക്ഷേ അത്ര ഇതിനാണ് എൻ്റെ ഒരു വിശ്വാസം. അത്ര ഇതിന് ഇനി അങ്ങോട്ട് എഴുതണം. പിന്നെ ഈ ബ്രേക്കിൻ്റെ ടൈമിലൊക്കെ ബ്രേക്കൊന്നും പോവില്ല. മറ്റേതാണ് ഫോൺ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ യൂട്യൂബിൽ കണ്ടിരിക്കുന്നത്. ഫോണില്ലാത്തതുകൊണ്ട് സർവൈവ് ചെയ്യാൻ നല്ല ഇതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം മൊത്തം ഫോണില്ലാത്ത സർവൈവ് ചെയ്യുന്ന വീഡിയോ ഇടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇടണമെന്ന് താല്പര്യമില്ലൊന്ന് യെസ് കമൻറ്റ് ഇടുക. കയ്യോ എന്ന് പറഞ്ഞുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണില്ലാതെ പിന്നെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഈ ഫോണിൽ വീഡിയോ എടുത്താൽ ഈ ഫോണിലാണെങ്കിൽ ഒന്നുമില്ല. എന്തായാലും നോക്കണം. എന്തായാലും ഇപ്പോൾ തുടങ്ങട്ടെ. ഏകദേശം 6:10 അപ്പോൾ തന്നെ ഒഫീഷ്യലി നമ്മൾ ബുക്സ് നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ഇപ്പോൾ ഫുള്ള് കഴിഞ്ഞു. ഇപ്പോൾ 3 സബ്ജക്റ്റ് നമ്മൾ ഫുള്ളാക്കിയിട്ടുണ്ട്.
ഇപ്പം നമുക്ക് റെസ്റ്റാണ്. ഇനി അങ്ങോട്ട് ഫുള്ള് റെസ്റ്റ് അല്ല. പക്ഷേ ഇനി എന്തായാലും 7 മണിക്കൊന്നും പഠിക്കില്ല, ഒരു 7-8 മണിക്കൊക്കെ പഠിക്കുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും നിർത്തനാണ് ഇപ്പോൾ വ്ളോഗ്. ഇത് ചെറിയ വ്ളോഗാന്ന് വിചാരിക്കുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവുള്ളൂ. കുഞ്ഞാറ്റയ്ക്ക് എന്തേ പറയണ്ടോ? എന്തേ പറഞ്ഞോ? സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും കുഞ്ഞാറ്റേ. ഓളൊന്നും പറയില്ല. അങ്ങനത്തെ പറയണ്ടോ? നമുക്കൊന്നും പറയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തനാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. എന്നാലും വെറും 1.5 മാസം കൊണ്ടുള്ള തന്നെ വെറും ഒരു ദിവസം പോലും എടുത്തില്ല. ഏകദേശം 8 ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നോട്ട്. അപ്പോൾ ലാഭം തന്നെയാണ്. 1.5 മാസം സ്കൂളിലേക്ക് ബാഗിൽ വെറും ഒരു ബുക്ക് മാത്രം, വെറും ഒരു ബുക്ക് അതിട്ടിട്ട് പിന്നെ ടെസ്റ്റിന് 2 കൂടി ഇട്ടിട്ടായിരുന്നു ഞാൻ സ്കൂളിലേക്ക് പോയത്. അപ്പോൾ തീരെ കനലായിരുന്നു. അപ്പോൾ അത് 1.5 മാസം കൊണ്ട് തന്നെ അപ്പം തന്നെ എഴുതി തീർന്നുണ്ടാവും. ഈ പണിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു ദിവസം പോലും ഇല്ല. ഏകദേശം 8 മണിക്കൂറിനുകൊണ്ട് തന്നെ എല്ലാം എഴുതി കഴിഞ്ഞു. 3 ബുക്ക് എഴുതി കഴിഞ്ഞിട്ടുള്ളൂ. എന്നാലും അത് കഴിഞ്ഞു. അത് പറയാനാണ്.